വൈകുന്നേരം ആയാൽ നമ്മളുടെ മെയിൻ പരിപാടി ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് വെള്ളം ഒഴിക്കുക കേട്ടോ. ചില ദിവസങ്ങളിൽ നമ്മൾ ഒന്ന് ലേറ്റായി പോയി കഴിഞ്ഞാൽ പിന്നെ മടിയാവും. അതുകൊണ്ട് വൈകുന്നേരം സന്ധ്യ ആവുന്നതിന് മുന്നേ തന്നെ വന്ന് നനയ്ക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. മടി ഒരു ദിവസം വിചാരിച്ചു കഴിഞ്ഞാൽ ഫുൾ വാടിപ്പോവും. കാരണം അത്രയ്ക്കും വെയിലാണ് മുകളിൽ നിന്ന് അടിക്കുന്നത്. അതിനാണ് കേട്ടോ നമ്മളിതുപോലെ പച്ച നെറ്റൊക്കെ കെട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരു പരിധി വരെ നമുക്ക് ചൂടിനെ തടഞ്ഞു നിർത്താൻ പറ്റും. നമ്മൾ രാവിലെയും വൈകുന്നേരവും നനച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. ചില ദിവസങ്ങളിൽ ഇച്ചിരി ഓവറായിപ്പോയി വെള്ളം എന്ന് തോന്നിയാൽ പിന്നെ നമ്മൾ വൈകുന്നേരം നനയ്ക്കില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് വെള്ളം ഇങ്ങനെ തളിച്ചു കൊടുക്കത്തേ ഉള്ളൂ. അല്ലെങ്കിൽ വെള്ളം ഇതിനകത്തിൽ കെട്ടി നിന്നാൽ വേഗം ഇതെല്ലാം പഴുത്തു പോവും. ഈ ഇല മഞ്ഞിച്ചിരിക്കുന്ന കണ്ടിട്ടില്ലേ, അങ്ങനെ ആയിപ്പോവും കേട്ടോ. പിന്നെ അതങ്ങ് വാടിപ്പോവും. ഒരിടയ്ക്ക് നമ്മൾ അധികം അങ്ങനെ കൃഷി ചെയ്തിരുന്നില്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ചെറിയ ചെറിയ പച്ചമുളകോ കാന്താരിയോ അങ്ങനെയൊക്കെ ചെയ്തിരുന്നുള്ളൂ. കാരണം ഇടയ്ക്കൊരു സമയത്ത് നമ്മൾ ശരിക്കും മനസ്സ് മടുത്തു പോകും കേട്ടോ. നിറയെ വെള്ളീച്ചയുണ്ട്, അതേപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു പച്ച പുഴുക്കളുണ്ട്. ഇത് വന്നിരുന്ന് ഈ ഇല മുഴുവൻ അങ്ങ് കഴിക്കും കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളുടെ ഇതങ്ങ് വാടിപ്പോവും. വെള്ളീച്ച വന്നിരുന്നു കഴിഞ്ഞാൽ ആകെ തളർന്നു പോവും നമ്മളുടെ ഈ കുഞ്ഞു കുഞ്ഞു തക്കാളിയും ഒക്കെ. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ വീട്ടിലെന്തെങ്കിലും ഒറ്റമൂലി പ്രയോഗങ്ങളാണ് കേട്ടോ ചെയ്യുന്നത്. വീട്ടിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ സോഡാപ്പൊടി, പിന്നെ വെളുത്തുള്ളി അങ്ങനെയുള്ളതൊക്കെ ചതച്ച് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. മിക്സിയുടെ ജാറിലൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് നമ്മളിതിനൊക്കെ തളിച്ചു കൊടുക്കാറുണ്ട്. ഒരു പരിധി വരെയൊക്കെ കുറയാൻ സഹായിക്കാറുണ്ട്. എന്നിരുന്നാലും നമ്മൾ ഇതിലെ ഇലയിലൊക്കെ നോക്കിയിരിക്കണം കേട്ടോ. പുഴുക്കളെയൊക്കെ പിടിച്ച് നമ്മൾ തന്നെ കളയണം. നല്ല കഷ്ടപ്പാടും നല്ല അധ്വാനമുള്ള പരിപാടിയാണ് കേട്ടോ. ഇന്നെനിക്ക് വീഡിയോ എടുത്തിരുന്നത് നമ്മളുടെ കുഞ്ഞു മോളാണ് കേട്ടോ. അതാണ് ഇടയ്ക്ക് വീഡിയോ ഒന്ന് വെട്ടിയത്. ആൾക്ക് തീരെ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു എടുത്തു തരാൻ. പിന്നെ വേറെ ഒന്നും അല്ല കേട്ടോ, ഇവിടെ കുറേ പനിക്കൂർക്ക നമ്മൾ നട്ടു വെച്ചിട്ടുണ്ട്. അതിൽ നിറയെ പൂക്കളുള്ളത് കൊണ്ട് തന്നെ അത് പറിച്ചിങ്ങനെ പൂക്കളമൊക്കെ ഇടാൻ ആൾക്ക് ഇഷ്ടമാണ് കേട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ, നമ്മളുടെ ചെടി, അതായത് പൂക്കളുണ്ടാകുന്ന ചെടി നിൽക്കുന്നിടം ആണെങ്കിലും നമ്മളുടെ പച്ചക്കറി ഉണ്ടായി നിൽക്കുന്നിടം ആണെങ്കിലും എല്ലാം നല്ല നീറ്റായി കിടക്കണമെന്നാണ് കേട്ടോ എൻ്റെ ആഗ്രഹം. കാരണം അവിടുന്ന് നമ്മൾ ഈ പച്ചക്കറികളൊക്കെ പറിക്കുമ്പോഴേ നമുക്കൊരു സമാധാനമുള്ളൂ. ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിലും വളരെ നീറ്റായിട്ട് ചട്ടിക്കുള്ളിൽ തന്നെ, ചട്ടിയിലൊന്നും അധികം പറ്റിക്കാതെ ഉള്ളിൽ തന്നെ വളങ്ങളും എല്ലാം കണ്ടോ. നമ്മളുടെ ബക്കറ്റും ചട്ടിയൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. എനിക്ക് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. നമ്മളുടെ ഇങ്ങനെയുള്ള കൃഷി ഏരിയകളൊക്കെ ഭയങ്കര നീറ്റാക്കി വെക്കുക. എന്നാലേ നമുക്ക് അവിടെ വന്നിരുന്നൊന്ന് റിലാക്സ് ചെയ്യുമ്പോൾ ആ ഒരു മനസ്സിനൊരു സന്തോഷമൊക്കെ തോന്നുള്ളൂ. എന്താണല്ലേ, ഒരു പ്രത്യേകതരം ഫീലും ഒരു നല്ലൊരു വൈബാണ് വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്നിരുന്ന്. പ്രത്യേകിച്ച് കുറച്ച് പനിക്കൂർക്ക, തുളസി ഒക്കെ നട്ടു വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് നമ്മളിങ്ങനെ ചെയറിട്ടിരുന്ന് ഇങ്ങനെ നമ്മൾ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കുന്നത് നമ്മളുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് കേട്ടോ.